കൃഷി സ്നേഹികളായ എല്ലാ മലയാളികൾക്കും എൻ്റെ കൃഷിത്തോട്ടിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ വീട്ടിൽ കല്ലുപ്പ് വാങ്ങി ഉറയിച്ചു വെക്കുന്ന പാത്രമായതേ. ഈ കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന പാത്രത്തിന് തടി കൊണ്ടുള്ള ഒരു അടപ്പുകൂടിയുണ്ട്. വേനൽ കടുത്തിരിക്കുകയാണ്. നമ്മുടെ പറമ്പിലുള്ള കിളികൾക്കും ചെറിയ ജന്തുക്കൾക്കുമുള്ള ജലലഭ്യത നമ്മൾ ഉറപ്പുവരുത്തണം. അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കൃഷിത്തോട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു കൊല അവർക്ക് വെച്ചു, ഒരു കൊല നമുക്കും വെച്ചു. വേനൽക്കാലത്താണ് നമ്മൾ ഈ രീതി പിന്തുടരുന്നത്. ചക്കയാണേലും ഒരു ചക്ക അവർക്കും ഒരു ചക്ക നമ്മളും എടുക്കും. നമ്മൾ അവർക്ക് വേണ്ടി കരുതി വെക്കുമ്പോൾ അവരും നമുക്ക് വേണ്ടി കരുതി വെക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം ദേ ഈ ചാമ്പയ്ക്കായ 2 ചാമ്പയുണ്ട്. അതിൽ ഒരെണ്ണം അവർ കഴിച്ചു, ഒരെണ്ണം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ ചാമ്പയാണ്, അതിലും നമുക്കൊരെണ്ണം വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കുയിലുണ്ട്, സ്ഥിരം ഇവിടെ തന്നെയാണ്. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ്, കാരംബോള, സ്വീറ്റ് കാരംബോള. ഇതിലെപ്പോഴും കായകളുണ്ട്, പൂക്കളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ എപ്പോഴും ഒരു ഓൾ സീസൺ മരമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ വേനലൊക്കെ ഇത് കട്ട് ചെയ്തിട്ട് ഇച്ചിരി മുളകും ഉപ്പും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. ഇവനാണ് നമ്മുടെ റിയോ, ചെറിയോ ഫ്രിയോ ഗ്രാൻഡെ, ബ്രസീലിയനാണ്. നമ്മുടെ സാധാ ചെറികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്, സുന്ദരനാണ്. കാ പിടിച്ചു കഴിഞ്ഞാൽ ജിമിക്കി കമ്മൽ കിടക്കുന്ന പോലെ കിടക്കും, നല്ല ഭംഗിയാണ് കാണാൻ. ഇന്ന് അവൻ ആദ്യമായിട്ട് പൂത്തിരിക്കുക. ആ കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. 3 വർഷമായിട്ടുള്ളൂ. ചെറിയ ചെടിയാണ്, നന്നായി പൂത്തിട്ടുണ്ട്. കൃഷിത്തോട്ടത്തിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.